ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്നില്ലേ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് കുറച്ച് ടിപ്പുകളാണ് കേട്ടോ. പ്ലാസ്റ്റിക്കിലുള്ള കട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടല്ലേ, വെജിറ്റബിൾ കട്ട് ചെയ്യാൻ, ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ, മത്സ്യമാംസാദികൾ കട്ട് ചെയ്യാൻ, എല്ലാത്തിനും തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ പ്ലാസ്റ്റിക് കട്ടേഴ്സ്. നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. ഞാനും ഉപയോഗിക്കാറുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞാൻ അതിൻ്റെ ഉപയോഗം കുറച്ചു. റീപ്ലേസ് ചെയ്തത് തടി വെച്ചുള്ളതാണ് കേട്ടോ. അതിനൊരു റീസണുണ്ട്. ഈ പ്ലാസ്റ്റിക് നമ്മൾ കുറച്ച് നാൾ യൂസ് ചെയ്യുമ്പോൾ ഈ കട്ടുന്ന ഭാഗത്ത് നിന്ന് ചെറിയ പീസ് ഓഫ് പ്ലാസ്റ്റിക് നമ്മുടെ ഫുഡിലോട്ട് പോകുന്നുണ്ട്. നമ്മൾ മാംസത്തിലായാലും ഫിഷിലായാലും വെജിറ്റബിൾസിലായാലും ഫ്രൂട്ട്സിലായാലും അതിൻ്റെ ചെറിയ കണങ്ങൾ നമ്മുടെ ഫുഡിനോടൊപ്പം ചേർന്ന് പോകാറുണ്ട്. അപ്പോൾ നമ്മളിത് കുക്ക് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ ചെല്ലുകയും അത് നമ്മുടെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധാപൂർവ്വം ഒന്ന് കൈകാര്യം ചെയ്യണം. നമ്മൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുമ്പോൾ, നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ തടിയിലതോ അല്ലെങ്കിൽ ഒരു സ്റ്റീലിലെയോ കട്ടർ വാങ്ങുക. സ്റ്റീലിലതായാൽ നല്ല സ്റ്റീൽ തന്നെ വാങ്ങുക. അത് യൂസ് ചെയ്യുമ്പോൾ ഫുഡ് പാർട്ടിക്കിൾസ് ഒന്നും തന്നെ അതിനോട് യോജിച്ചു പോകുന്നില്ല. എല്ലാവരും തന്നെ നമ്മുടെ കട്ടേഴ്സ് ഒന്ന് മാറ്റിയെടുക്കുക. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുക. നമ്മൾ വീട്ടിൽ കണ്ടെയ്നേഴ്സ്, ഞാനും ഒരു സമയത്ത് കണ്ടെയ്നേഴ്സൊക്കെ യൂസ് ചെയ്യുമായിരുന്നു, പ്ലാസ്റ്റിക്കിലെ കണ്ടെയ്നേഴ്സ്. അത് ഫുഡ് ഗ്രേഡ് തന്നെ ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എല്ലാ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സും ഞാൻ മാറ്റി. അതിന് പകരം ഗ്ലാസ്സിലോട്ട് ഞാൻ എല്ലാ സാധനങ്ങളും ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു. കാര്യം ഒരുപാട് നമുക്ക് വാങ്ങേണ്ടി വരുമ്പോൾ കുറഞ്ഞതിലോട്ട് നമ്മൾ താല്പര്യം കാണിക്കും. കുറഞ്ഞതായി കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് എല്ലാ വീട്ടമ്മമാരും ശ്രദ്ധിക്കുക, നല്ല ക്വാളിറ്റിയിലേക്ക് പോകുക, നമ്മുടെ ഹെൽത്തിനെ കൂടി ചിന്തിക്കുക. കാര്യം ഭാവി തലമുറയെ സംരക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ്, അല്ലയോ? അപ്പോൾ നമ്മുടെ കുട്ടികളും മുതിർന്നവരും വീട്ടിലുള്ളവരും എല്ലാം കഴിക്കുന്ന ഫുഡ് നല്ലതായിരിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധ കൊടുത്ത് സ്നേഹത്തോടു കൂടി പാചകം ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു സൂൺ വിത്ത് അനദർ വ്ലോഗ്. ടിൽ ദെൻ, ബൈ ഫോർ നൗ മൈ ഫ്രണ്ട്സ് ആൻഡ് ടേക്ക് കെയർ. ബൈ.